ഹലോ ഹലോ മക്കളെ, നാളെ നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ ആണല്ലോ അല്ലേ? ഇന്നപ്പോൾ നമുക്ക് ഒരു ഇൻ്റഗ്രേഷൻ്റെ ഒരു പേപ്പർ ഇത്തവണ തന്നെ ഈ വർഷത്തെ പേപ്പർ തന്നെയാണ് ഇത് കഴിഞ്ഞ ദിവസം നടന്നതാണ്. നമ്മുടെ ഹൈസ്കൂളുമായി അറ്റാച്ച്ഡുള്ള LP സ്കൂളുകളിൽ നടക്കുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഉദ്ഗ്രഥനം 1-ാം ദിവസത്തെ പേപ്പറാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളേ. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ നല്ല ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സന്തോഷമായി അത് കണ്ടപ്പോൾ. നിങ്ങൾക്കും ഈ പേപ്പർ ഗുണം ചെയ്യും. അപ്പം നമുക്ക് നോക്കിയാലോ എന്തൊക്കെയുണ്ട് ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പം ആദ്യം തന്നെ പ്രവർത്തനം 1, കാട്ടിലെ ഉത്സവം എന്ന ഒരു പേപ്പറാണ്. ഒരു ചോദ്യമാണ് കേട്ടോ. കാട്ടിലെ ഉത്സവം എന്ന ചോദ്യമാണ്. പ്രവർത്തനം 1, പൂത്തുലഞ്ഞ ചെടികൾ, വൻമരങ്ങൾ, കുറ്റിച്ചെടികൾ, വള്ളിപ്പടർപ്പുകൾ, എങ്ങും പച്ചപ്പ്, തേന്നുകരുന്ന പൂമ്പാറ്റകളും വണ്ടുകളും, പാട്ടുപാടി ഒഴുകുന്ന അരുവികൾ, വലിയ മലകൾ. ഇതൊക്കെ എവിടുത്തെ കാര്യം പറയണേ അറിയോ? മാമലക്കാട്ടിലെ കാര്യമാണ്. മാമലക്കാട്ടിൽ ജീവികൾ ഒത്തുകൂടി വനത്തിൽ ഉത്സവം നടത്തണം, ആന പറഞ്ഞു. അത് കേട്ട് സിംഹരാജൻ സന്തോഷത്തോടെ തലകുലുക്കി. എല്ലാവരെയും അറിയിക്കണം, കുരങ്ങൻ ചാടിയണീറ്റ് പറഞ്ഞു. കാട് അലങ്കരിക്കണം, തത്തമ്മ ചിലച്ചു. എല്ലാവർക്കും സദ്യ ഒരുക്കണം, കരടിച്ചേട്ടൻ ഉറക്കെ പറഞ്ഞു. എല്ലാം ചെയ്യാം, പക്ഷേ മത്സരങ്ങളിൽ എല്ലാവരും പങ്കെടുക്കണം. ആനച്ചേട്ടൻ കൊമ്പ് കുലുക്കി പറഞ്ഞു. ഞാൻ പാട്ടുപാടാം, കുയിൽ കുണുങ്ങി. ഞാൻ നൃത്തം ചെയ്യാം, മയിൽ താളം ചവിട്ടി. ഓട്ട മത്സരത്തിൽ സമ്മാനം എനിക്ക് തന്നെ. മുയൽ വീമ്പടിച്ചു. ആമ മുയലിനെ നോക്കി പതുക്കെ പറഞ്ഞു. എന്തോ പറഞ്ഞു ആമ. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. മാമലക്കാടിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയുന്ന 2 കാര്യങ്ങൾ എഴുതുക. മാമലക്കാടിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിതിന്ന് 2 കാര്യങ്ങൾ മാത്രം എടുത്തെഴുതിയാൽ മതി. പൂത്തുലഞ്ഞ ചെടികൾ, പാട്ടുപാടി ഒഴുകുന്ന അരുവികൾ, പിന്നെ വള്ളിച്ചെടികൾ, അതേപോലെ തന്നെ തേന്നുകരുന്ന പൂമ്പാറ്റകളും വണ്ടുകളും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കാര്യങ്ങൾ നമുക്ക് ഇതിലേക്ക് എടുത്തെഴുതാം. സിംഹരാജൻ സന്തോഷത്തോടെ തലകുലുക്കിയത് എന്തിനാണ്? വനത്തിൽ ഉത്സവം നടത്തണം എന്ന് ആന പറഞ്ഞതിന്. കാട് എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? വനം. എല്ലാവർക്കും സദ്യ ഒരുക്കണം എന്ന് പറഞ്ഞത് ആരാണ്? കരടിച്ചേട്ടൻ. ആമ മുയലിനോട് പതുക്കെ പറഞ്ഞത് എന്താകാം? അത് നമുക്ക് തന്നിട്ടില്ല. നമ്മൾ പഴയ കഥ ആലോചിച്ചിട്ടാണ് ഇതിനൊരു ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും ആമ പറഞ്ഞത്? കിടന്ന് ഉറങ്ങിപ്പോകരുത്. അതായിരിക്കാം അല്ലേ? ഇനി നോക്കൂ, പ്രവർത്തനം 2, നോട്ടീസ് തയ്യാറാക്കാം. ഇപ്പോൾ ഉത്സവം നടത്തണം എന്നൊക്കെ ഇവിടെ പറഞ്ഞെങ്കിലും അത് എല്ലാവരെയും അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ എല്ലാവരെയും അറിയിക്കാനാണ് നോട്ടീസ് തയ്യാറാക്കുന്നത്. അപ്പോൾ കാട്ടിലെ ഉത്സവത്തിന് വിവിധ മത്സരങ്ങൾ നടത്തുന്നു, അത് അറിയിക്കുന്നതിനുള്ള നോട്ടീസ് തയ്യാറാക്കുക. അതിൻ്റെ സ്ഥലം തന്നിട്ടുണ്ട്. അരയാലിൻ ചുവട്, മാമലക്കാട്. അവിടെയാണ് ഈ മത്സരങ്ങൾ നടത്തുന്നത്. മത്സരം നടത്തുന്ന തീയതി 31/3/2026 ചൊവ്വ. മത്സരം നടക്കുന്ന സമയം രാവിലെ 10 മണി മുതൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ നോട്ടീസ് തയ്യാറാക്കാം? നോട്ടീസിന് നമുക്കൊരു ഹെഡിങ് കൊടുക്കാം, ഉത്സവം. കൂട്ടുകാരെ, നമ്മുടെ മാമലക്കാട്ടിലെ ഉത്സവം നടത്താൻ തീരുമാനിച്ച വിവരം എല്ലാവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. 31/3/2026 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ നമ്മുടെ മത്സരങ്ങൾ തുടങ്ങുകയാണ്. മാമലക്കാട്ടിലെ അരയാലിൻ ചുവട്ടിൽ വെച്ചാണ് വിവിധ മത്സരങ്ങൾ നടത്തുന്നത്. എല്ലാവരെയും ക്ഷണിക്കുന്നു, എല്ലാവരും മത്സരത്തിലും പങ്കെടുക്കണം എന്ന് പേര്, അതുപോലെ തന്നെ തീയതിയും എഴുതണം. അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ ഒരു 10 ദിവസം മുമ്പത്തെ തീയതി എഴുതാം. 20/3/2026. അടുത്ത പ്രവർത്തനം 3, വന്നത് എങ്ങനെ? എല്ലാവരും മത്സരത്തിന് വരുന്നുണ്ട്. എങ്ങനെ വന്നു? കാട്ടിലെ കൂട്ടുകാർ മത്സരത്തിന് വന്നു ചേർന്നു. ഓരോരുത്തരും വന്നത് എങ്ങനെ? ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പട്ടിക തന്നിട്ടുണ്ട്. ഇഴഞ്ഞു വന്നവർ എന്നൊരു ഹെഡിങ് ഉണ്ട്. പിന്നെ 3 ജീവികളുടെ പേരുകളും തന്നിട്ടുണ്ട്. ആന,
അപ്പോൾ ആനയുടെ നേരെ മേലെ നമ്മൾ എഴുതേണ്ടത് നടന്നു വന്നവർ. പിന്നെ കുയിലാണ്. കുയിലിൻ്റെ നേരെ മേലെ നമ്മൾ ഹെഡിങ് കൊടുക്കേണ്ടത് പറന്നു വന്നവർ. അപ്പോൾ എങ്ങനെ വേണം? നടന്നു വന്നവർ, ഇഴഞ്ഞു വന്നവർ, പറന്നു വന്നവർ. ഒന്നാമത്തെ വരിയിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആന, ആമ, കുയിൽ. രണ്ടാമത്തെ വരിയിൽ നമുക്ക് കുതിര, ഒച്ച്, പരുന്ത്. പിന്നെ നമുക്ക് ജിറാഫ്, പാമ്പ്, തത്ത ഇങ്ങനെ എഴുതാം. പ്രവർത്തനം 4. ഇലകൾ. മത്സരത്തിന് വന്നവരെല്ലാം ആഹാരം കഴിച്ചു. ആന ഓലയും മാൻകുഞ്ഞ് ഇളമ്പുല്ലും കഴിച്ചു. നാം ആഹാരത്തിനായി ഉപയോഗിക്കുന്ന ഇലകളുടെ പേരെഴുതുക. ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരെഴുതിയാൽ മതി. ആദ്യത്തേത് മുരിങ്ങയിലയാണ്. രണ്ടാമത്തേത് ഒരു കെട്ടാക്കി വെച്ചിരിക്കുകയാണ്. അത് ചീരയാണ്, ചീരയില. അടുത്തത് മത്തനില, അടുത്തത് ചേമ്പില. ഇനി അടുത്ത ചോദ്യം നോക്കാം. കറിക്ക് മണവും രുചിയും കൂട്ടാൻ ഉപയോഗിക്കുന്ന ഇലകളുടെ പേരെഴുതുക. കറിവേപ്പില, മല്ലിയില. നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിപ്പമുള്ള ഇലയുടെ പേരെഴുതുക. നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിപ്പമുള്ള ഇലയാണ് ചേമ്പിലയും മത്തനിലയും കുമ്പളനിലയും ഒക്കെ അല്ലേ. നിങ്ങളെക്കാൾ വലിപ്പമുള്ള ഇലയാണ് വാഴയില അല്ലേ. അടുത്തത് 5ാമത്തെ പ്രവർത്തനം ഞാൻ ആര്. കടങ്കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത് മാൻകുഞ്ഞിനാണ്. കടങ്കവിതകളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക. ചറപറ ചറപറ വീഴുന്നു, മാനത്തൂന്നും വീഴുന്നു, മണ്ണിന് കുളിര്, മനസ്സിന് കുളിര്, ഭൂമിക്കാകെ പച്ചപ്പ്. അതെന്താണ് മാനത്തുനിന്ന് ചറപറ വീഴുന്നത്? മഴ. അടുത്തത് പായും വണ്ടി പറക്കും വണ്ടി, ചീറും വണ്ടി ചിറകുള്ള വണ്ടി, മാനത്തൂടെ ചന്തത്തിൽ പക്ഷി കണക്കെ പറക്കും ഞാൻ. വിമാനം. അടുത്തത് മഞ്ഞപ്പൂവിനുള്ളിൽ നിന്നും നീണ്ടും ഉരുണ്ടും വന്നോൻ ഞാൻ. മഞ്ഞപ്പൂവിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ നീണ്ടിട്ടും ചിലപ്പോൾ ഉരുണ്ടിട്ടും വരും എന്നാണ് പറയുന്നത്. ഉള്ളിൽ നിറയെ വിത്തും പേറി. എൻ്റെ ഉള്ളിൽ നിറയെ വിത്തൊക്കെ ഉണ്ട്. ചാരം തേച്ചു വെളുത്തോൻ ഞാൻ. ചാരം തേച്ച് വെളുത്താതെ ആരായിരിക്കും? പൗഡറും പൂശി നിൽക്കുന്നത് കുമ്പളങ്ങ. ഓക്കെ. ഇനി ഈ ചിത്രത്തിന് യോജിച്ച കടം കവിത നമ്മൾ എഴുതണം. ഈ ചിത്രം എന്താണ്? നക്ഷത്രമാണ്. നക്ഷത്രത്തിനുള്ള കടം കവിത എന്താണ്? ആന കേറാമല, ആളു കേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി. അല്ലേ? ആകാശത്ത് നക്ഷത്രങ്ങൾ കാണുമ്പോഴുള്ള കവിതയാണ് ഇത്. അപ്പോൾ നല്ല ഈസിയാണ് ഈ പേപ്പർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ 1ാമത്തെ ഉദ്ഗ്രഥനത്തിൽ എന്തൊക്കെ കഴിഞ്ഞു? കാട്ടിലെ ഉത്സവം കഴിഞ്ഞു, നോട്ടീസ് തയ്യാറാക്കാൻ കഴിഞ്ഞു, ഞാൻ ആരെന്ന് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ തന്നിട്ടുണ്ട് പറഞ്ഞത് എന്തെല്ലാം, പത്രവാർത്ത, വന്നതെങ്ങനെ, ഇലകൾ അതൊക്കെ നമ്മൾ ചെയ്തു. ശുചിത്വം മഹത്വമുണ്ട്, ആകാശത്തിലെ കൂട്ടുകാരുണ്ട്, നിയമം പാലിക്കാം. ഇത്രയും കാര്യങ്ങളുണ്ട് ഇനിയും വരുന്നത്. അപ്പോൾ നിയമം പാലിക്കാം എന്നുള്ളതിന് റോഡ് നിയമങ്ങളായിരിക്കും. വാഹനങ്ങൾക്കും നിയമങ്ങളുണ്ട്, നടന്നു പോകുന്നവർക്കും നിയമങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കാം. ആകാശത്തിലെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. ആരാകാശത്തെ കൂട്ടുകാർ? ചന്ദ്രൻ, നക്ഷത്രങ്ങളൊക്കെയാണ് അല്ലേ. ശുചിത്വ മഹത്വം എന്നുള്ളതിൽ നിങ്ങളുടെ ശുചിത്വ ശീലങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക കേട്ടോ. പത്രവാർത്ത, ഇപ്പോൾ പത്രത്തിലിപ്പോൾ നമ്മുടെ ഈ മാമലക്കാട്ടിൽ ഉത്സവം നടന്നതിനെ കുറിച്ചൊരു പത്രവാർത്ത എഴുതുകയാണെങ്കിൽ എങ്ങനെയാവും ഉണ്ടാവുക അല്ലേ. അതൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല. എന്നാലും കിട്ടുകയാണെങ്കിൽ നാളെ തന്നെ ഇടാം കേട്ടോ. ഏതൊക്കെയാണ് വരിക എന്താണെന്നും അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.